നമസ്കാരം. സെക്കൻഡ് ഇയർ ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ കോഴ്സിൻ്റെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ്റെ പ്രധാന ജോലികളിൽ ഒന്നായ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റലേഷനെ കുറിച്ചാണ്. രണ്ട് സ്റ്റേഷനുകൾ തമ്മിൽ കണക്ട് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്മിഷൻ മീഡിയയാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് നമുക്കറിയാം. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ലേ ചെയ്യുമ്പോൾ ചില സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഈ പ്രൊസീജിയേഴ്സാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റലേഷനിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റലേഷൻ ഫിസിക്കലി തുടങ്ങുന്നതിന് മുമ്പ് പ്രീ ഇൻസ്റ്റലേഷൻ പ്ലാനിംഗ് ആക്ടിവിറ്റീസ് നടത്തേണ്ടതുണ്ട്. പ്രീ ഇൻസ്റ്റലേഷൻ പ്ലാനിംഗ് ആക്ടിവിറ്റി മനസ്സിലാക്കാൻ നമുക്കൊരു ഉദാഹരണം നോക്കാം. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് മുതൽ പട്ടാമ്പി വരെ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് കരുതുക. മണ്ണാർക്കാട് പട്ടാമ്പി റൂട്ട് ഏകദേശം 49 കിലോമീറ്റർ ഉണ്ടാവും. എന്തായിരിക്കും ആദ്യത്തെ പ്രീ ഇൻസ്റ്റലേഷൻ പ്ലാനിംഗ് ആക്ടിവിറ്റി? സൈറ്റ് വിസിറ്റ് ആൻഡ് റൂട്ട് പ്ലാൻ. മണ്ണാർക്കാടിനും പട്ടാമ്പിക്കും ഇടയിൽ ഏത് റൂട്ടിലൂടെയാണോ OF കേബിൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ റൂട്ട് വിസിറ്റ് ചെയ്ത് റൂട്ട് പ്ലാൻ തയ്യാറാക്കണം. റൂട്ട് പ്ലാനിൽ OF കേബിൾ ഇൻസ്റ്റലേഷനോട് അനുബന്ധിച്ച് വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം. അടുത്ത പ്ലാനിംഗ് ആക്ടിവിറ്റി എന്താണ്? റൂട്ട് ഇൻസ്പെക്ഷൻ. കഴിഞ്ഞ സെഷനിൽ സൈറ്റ് വിസിറ്റും റൂട്ട് പ്ലാനും റൂട്ട് ഇൻസ്പെക്ഷനും നിങ്ങൾ വിശദമായി പഠിച്ചതാണ് അല്ലേ? റൂട്ട് ഇൻസ്പെക്ഷനിൽ ഉൾപ്പെടുന്ന 3 സ്റ്റെപ്സ് എന്തൊക്കെയാണ്? 1. ഒബ്റ്റെയിൻ റൂട്ട് പ്ലാൻ. 2. വെരിഫൈ റൂട്ട് പ്ലാൻ ത്രൂ റൂട്ട് വാക്ക്. റൂട്ട് വാക്ക് നടത്തി റൂട്ട് പ്ലാൻ ഫിസിക്കലി വെരിഫൈ ചെയ്യണം. 3. ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ്. റൂട്ട് പ്ലാൻ വെരിഫൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ തിരുത്തലുകൾ ആവശ്യമായി വന്നേക്കാം. അപ്പോൾ വേണ്ട കറക്ഷൻസ് വരുത്തി ഫൈനൽ റൂട്ട് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് അഥവാ ഫീൽഡ് സർവേ റിപ്പോർട്ട് തയ്യാറാക്കണം. ഒപ്പം ലിങ്ക് പവർ ബഡ്ജറ്റും തയ്യാറാക്കണം. ഇനി നമുക്ക് മണ്ണാർക്കാട് പട്ടാമ്പി റൂട്ടിൻ്റെ ഒരു സാമ്പിൾ ഫീൽഡ് സർവേ റിപ്പോർട്ട് നോക്കാം. ഇതൊരു സാമ്പിൾ ഫീൽഡ് സർവേ റിപ്പോർട്ടാണ്. പ്രപ്പോസ്ഡ് മണ്ണാർക്കാട് പട്ടാമ്പി റൂട്ട്. 2 സ്റ്റേഷനുകളുടെയും ഡീറ്റെയിൽസ് കാണാം. പവർ ബഡ്ജറ്റ് കാൽക്കുലേഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേബിൾ റൂട്ടിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണിത്. പ്രപ്പോസ്ഡ് റൂട്ടിൻ്റെ ലെങ്ത്തും ട്രെഞ്ച് ലെങ്ത്തും അതുപോലെ ആവശ്യമുള്ള ഡക്റ്റ് ലെങ്ത്തും OF കേബിൾ ലെങ്ത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോയിൽ ഡീറ്റെയിൽസ് കാണാം. പ്രപ്പോസ്ഡ് റൂട്ടിലുള്ള ബ്രിഡ്ജസ്, കൾവേർട്സ്, റോഡ് ക്രോസിംഗ്, റെയിൽവേ ക്രോസിംഗ് തുടങ്ങിയവയുടെ ഡീറ്റെയിൽസുമുണ്ട്. ട്രെഞ്ച് ചെയ്യുന്ന റോഡ് ഏത് അതോറിറ്റീസിൻ്റെ കീഴിലാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏത് OF കേബിൾ ലേയിങ് മെത്തേഡാണ് ഈ റൂട്ടിൽ അഡോപ്റ്റ് ചെയ്യേണ്ടതെന്നും അതുപോലെ ഇൻസ്റ്റലേഷന് ആവശ്യമായ PLB പൈപ്പിൻ്റെയും മറ്റ് പ്രൊട്ടക്ഷൻ പൈപ്പുകളുടെയും ഡീറ്റെയിൽസ് കാണാം. വർക്ക് എന്ന് തുടങ്ങണം, എന്ന് തീർക്കണം എന്ന് തുടങ്ങി എല്ലാ ഡീറ്റെയിൽസും ഈ റിപ്പോർട്ടിൽ ഉണ്ടാവണം. കൂടാതെ ഈ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായ കോസ്റ്റ് എസ്റ്റിമേറ്റും തയ്യാറാക്കണം. തുടർന്ന് ഫീൽഡ് സർവേ റിപ്പോർട്ടും കോസ്റ്റ് എസ്റ്റിമേറ്റും അപ്രൂവലിന് വേണ്ടി ബന്ധപ്പെട്ട അതോറിറ്റി മുമ്പാകെ സമർപ്പിക്കണം. ഫീൽഡ് സർവേ റിപ്പോർട്ടിന് കൺസേൺഡ് അതോറിറ്റിയുടെ അപ്രൂവൽ ലഭിച്ചതിന് ശേഷം നടത്തേണ്ട പ്ലാനിംഗ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒബ്റ്റെയിനിങ് സാങ്ഷൻ ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫോർ എക്സിക്യൂഷൻ ഓഫ് വർക്ക്. അതായത് റോഡിലൂടെ കേബിൾ ലേ ചെയ്യുമ്പോൾ റോഡ് അതോറിറ്റീസിൻ്റെ സാങ്ഷൻ നേടണം. നേരത്തെ ഉദാഹരണമായി പറഞ്ഞ മണ്ണാർക്കാട് പട്ടാമ്പി റൂട്ടിൽ റോഡുകളിൽ ചിലത് NHൻ്റെയും ചിലത് PWDയുടെയും കീഴിലാണ്. അപ്പോൾ ഈ 2 ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സാങ്ഷൻ ലഭ്യമാക്കണം. ഇനി സ്റ്റേറ്റ് ഹൈവേയുടെ കീഴിലോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ കീഴിലോ മുനിസിപ്പാലിറ്റിയുടെ കീഴിലോ ആണ് റോഡെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നും സാങ്ഷൻ ലഭ്യമാക്കണം. അടുത്ത പ്ലാനിംഗ് ആക്ടിവിറ്റിയാണ് പ്രൊക്യൂർമെൻറ്റ് ഓഫ് മെറ്റീരിയൽസ്. OF കേബിൾ ഇൻസ്റ്റലേഷന് ആവശ്യമായ OF കേബിൾ, പൈപ്പ് ഉൾപ്പെടെയുള്ള അനുബന്ധ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണം. അടുത്ത ആക്ടിവിറ്റിയാണ് അസൈനിങ് വർക്ക് ടു ദ കോൺട്രാക്ടർ. കേബിൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ആളുകളെ കണ്ടെത്തി വർക്ക് അസൈൻ ചെയ്യണം. മറ്റൊരു ആക്ടിവിറ്റിയാണ് കോർഡിനേഷൻ വിത്ത് അതർ ഏജൻസീസ്. നമ്മൾ പ്ലാൻ ചെയ്ത റൂട്ടിൽ മറ്റു പല യൂട്ടിലിറ്റീസും ലേ ചെയ്തിട്ടുണ്ടാവും. ഉദാഹരണത്തിന് വാട്ടർ പൈപ്പ്, KSEBയുടെ പവർ ലൈൻ, ഗ്യാസ് പൈപ്പ് ലൈൻ, മറ്റ് ടെലികോം ഓപ്പറേറ്റേഴ്സിൻ്റെ കേബിളുകൾ തുടങ്ങിയവ. അപ്പോൾ ഈ ഓർഗനൈസേഷനുമായി ഒരു ലെയ്സൺ അതായത് ഒരു കോർഡിനേഷൻ അത്യാവശ്യമാണ്. യൂട്ടിലിറ്റീസിന് എന്തെങ്കിലും ഡാമേജസ് സംഭവിച്ചാൽ മ്യൂച്വലി അത് സോൾവ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ എല്ലാ പ്ലാനിംഗ് ആക്ടിവിറ്റീസും അനുബന്ധ വർക്കുകളും പൂർത്തിയായാൽ OF കേബിൾ ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റലേഷൻ പ്രധാനമായും 2 രീതിയിൽ ചെയ്യാം. 1. അണ്ടർഗ്രൗണ്ട് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റലേഷൻ മെത്തേഡ്. 2. ഓവർഹെഡ് ഓർ ഏരിയൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റലേഷൻ മെത്തേഡ്. നമുക്ക്
ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റലേഷൻ പ്രോസസ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റലേഷൻ. സ്റ്റെപ്പ് 1. ഇൻസ്റ്റലേഷൻ ത്രൂ A. Underground OF cable installation method. B. Overhead or aerial OF cable installation method. രണ്ട് ടൈപ്പ് അണ്ടർഗ്രൗണ്ട് OF കേബിൾ ലേയിങ് മെത്തേഡാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. 1. ട്രെഞ്ചിങ് മെത്തേഡ്. 2. ഹൊറിസോണ്ടൽ ഡയറക്ഷണൽ ഡ്രില്ലിംഗ് മെത്തേഡ് അഥവാ HDD മെത്തേഡ്. സ്റ്റെപ്പ് 2. ഡക്റ്റിംഗ് ഓർ പൈപ്പ് ലേയിങ് മെത്തേഡ്. സ്റ്റെപ്പ് 3. കണ്ടക്ട് ഫിഗർ 18. സ്റ്റെപ്പ് 4. കേബിൾ പുള്ളിംഗ് ഓർ കേബിൾ ബ്ലോയിങ്. സ്റ്റെപ്പ് 5. കേബിൾ സ്പ്ലൈസിംഗ് ആൻഡ് ടെർമിനേഷൻ. ഇതിൽ അണ്ടർഗ്രൗണ്ട് OF കേബിൾ ഇൻസ്റ്റലേഷൻ മെത്തേഡായ ട്രെഞ്ചിങ് മെത്തേഡും ഹൊറിസോണ്ടൽ ഡയറക്ഷണൽ ഡ്രില്ലിംഗ് മെത്തേഡും അതുപോലെ സെക്കൻഡ് സ്റ്റെപ്പായ ഡക്റ്റിംഗ് മെത്തേഡുമാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. മെത്തേഡ്സ് ഓഫ് ലേയിങ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഏതെല്ലാം രീതിയിൽ ലേ ചെയ്യാം എന്ന് നോക്കാം. ആദ്യം അണ്ടർഗ്രൗണ്ട് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ലേയിങ് മെത്തേഡ്. ഭൂമിക്കടിയിലൂടെ OF കേബിൾ ഇടുന്ന രീതി. OF കേബിൾ ഇടുന്നതിന് വേണ്ടി റോഡിൻ്റെ സൈഡിലൂടെ നീളത്തിൽ കുഴിയെടുക്കുന്നതാണ് ഒരു രീതി. ഈ രീതിയെ ട്രെഞ്ചിങ് അഥവാ ഓപ്പൺ ട്രെഞ്ചിങ് മെത്തേഡ് എന്ന് പറയുന്നു. റോഡ് കട്ട് ചെയ്യാതെ ഹൊറിസോണ്ടൽ ഡയറക്ഷണൽ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഭൂമിക്കടിയിലൂടെ ഡ്രില്ല് ചെയ്ത് പൈപ്പ് ഇടുന്നതാണ് മറ്റൊരു രീതി. ഈ രീതിയെ HDD അഥവാ ഹൊറിസോണ്ടൽ ഡയറക്ഷണൽ ഡ്രില്ലിംഗ് മെത്തേഡ് എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ ഉദാഹരണമായി കണ്ട മണ്ണാർക്കാട് പട്ടാമ്പി റൂട്ടിൻ്റെ ഫീൽഡ് സർവേ റിപ്പോർട്ട് പ്രകാരം ആ റൂട്ടിൽ അണ്ടർഗ്രൗണ്ട് OF കേബിൾ ലേയിങ് മെത്തേഡാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഓപ്പൺ ട്രെഞ്ചിങ് ഏകദേശം 45.5 കിലോമീറ്ററും HDD 2.7 കിലോമീറ്ററും. മറ്റൊരു മെത്തേഡാണ് ഓവർഹെഡ് ഓർ ഏരിയൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ലേയിങ് മെത്തേഡ്. അണ്ടർഗ്രൗണ്ട് ഒപ്റ്റിക് ഫൈബർ കേബിൾ ലേയിങ് സാധ്യമല്ലാത്ത സ്ഥലങ്ങളിൽ സാധാരണ ഉപയോഗിക്കുന്ന രീതിയാണ് ഓവർഹെഡ് ഓർ ഏരിയൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ലേയിങ് മെത്തേഡ്. ഇതുകൂടാതെ ഫൈബർ ടു ദി ഹോം FTTH, അതുപോലെ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് KFON തുടങ്ങിയ കണക്ടിവിറ്റികളും കൂടുതലായി ഉപയോഗിക്കുന്നത് ഏരിയൽ കേബിൾ ലേയിങ് മെത്തേഡ് തന്നെയാണ്. ഇവിടെ റോഡിൽ ഉള്ള പോസ്റ്റിലൂടെയാണ് OF കേബിൾ ലേ ചെയ്യുന്നത്. ഏരിയൽ കേബിൾ യൂട്ടിലൈസസ് ദ പോൾസ് ഓർ പോസ്റ്റ് ഓൺ ദ റോഡ് ടു ലേ ദ കേബിൾ. OF കേബിൾ പോസ്റ്റിലൂടെ ഇടുമ്പോൾ സാഗ് ചെയ്യാൻ, അതായത് താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതൊഴിവാക്കാൻ OF കേബിളുകൾ മെസ്സഞ്ചർ വയറുമായി കെട്ടിയിടും. OF cables are lashed or tied to the messenger wires or hangers to prevent sagging. ഓവർഹെഡ് അഥവാ ഏരിയൽ OF കേബിൾ ലേയിങ്ങിനെ കുറിച്ച് വിശദമായി നിങ്ങൾ അടുത്ത സെഷനിൽ പഠിക്കും. നമുക്ക് അണ്ടർഗ്രൗണ്ട് OF കേബിൾ ലേയിങ് മെത്തേഡ് വിശദമായി നോക്കാം. ആദ്യം ട്രെഞ്ചിങ് മെത്തേഡ് അഥവാ ഓപ്പൺ ട്രെഞ്ചിങ് മെത്തേഡ്. ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഇൻസ്റ്റലേഷൻ മെത്തേഡാണ് ട്രെഞ്ചിങ് അഥവാ ഓപ്പൺ ട്രെഞ്ചിങ് മെത്തേഡ്. ഇവിടെ ട്രെഞ്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു നാരോ എക്സ്കവേഷനാണ്. അതായത് റോഡിൻ്റെ എക്സ്ട്രീം എൻഡിലൂടെ നീളത്തിൽ കുഴിയെടുത്തു പോകുന്ന പ്രോസസ്സാണ്. ട്രെഞ്ചിങ് ഈസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് എ നാരോ എക്സ്കവേഷൻ ഓഫ് സഫിഷ്യൻറ്റ് ഡെപ്ത് അലോങ് ദി ബൗണ്ടറി ഓഫ് ദി റോഡ്. നോർമൽ വിഡ്ത്ത് ഓഫ് ദ ട്രെഞ്ച് ഈസ് 30 to 40 centimeter and standard depth of the trench is 1.65 meter or 165 centimeter below the ground level. 30 മുതൽ 40 സെൻറ്റിമീറ്റർ വരെ വീതിയുള്ള ട്രെഞ്ചുകളാണ് OF കേബിൾ ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ട്രെഞ്ചിൻ്റെ താഴ്ച, അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്നുമുള്ള ആഴം 165 സെൻറ്റിമീറ്റർ അഥവാ 1.65 മീറ്റർ ആണ്. എ ഡെപ്ത് ഓഫ് 165 സെൻറ്റിമീറ്റർ ഈസ് പ്രിഫേർഡ് so as to give protection to the OF cables from other utilities and rodents. ഈ 165 സെൻറ്റിമീറ്റർ ഡെപ്തിൽ ട്രെഞ്ച് എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കാരണം ഈ ഡെപ്തിൽ മറ്റുള്ള യൂട്ടിലിറ്റീസിൻ്റെ സാന്നിധ്യം കുറവായിരിക്കും. കൂടാതെ ഈ ഡെപ്തിൽ എലി പോലുള്ള റോഡൻസിൻ്റെ ശല്യവും കുറവായിരിക്കും. എലി കേബിൾ കടിച്ചു നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ട്രെഞ്ചിൻ്റെ ഡെപ്ത് 165 സെൻറ്റിമീറ്റർ ആയിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്നിരുന്നാലും ട്രെഞ്ച് എടുക്കുന്ന സ്ഥലത്തെ മണ്ണിൻ്റെ ഘടനയ്ക്കനുസരിച്ചായിരിക്കും ട്രെഞ്ച് ഡെപ്ത് ഫൈനലൈസ് ചെയ്യുന്നത്. ദ ഡെപ്ത് ഓഫ് ദ ട്രെഞ്ച് ഈസ് ഡിസൈഡഡ് ബൈ കൺസിഡറിംഗ് ദ നേച്ചർ ഓഫ് ദ സോയിൽ ആസ് വെൽ. ട്രെഞ്ച് ഡെപ്ത് 165 സെൻറ്റിമീറ്റർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഏതാണ്ട് ഒരാൾ പൊക്കമുണ്ടാകും. ട്രെഞ്ചിൻ്റെ ഡെപ്ത് ഇത്രയും കൂടുതലായതുകൊണ്ട് ട്രെഞ്ചിൻ്റെ സൈഡ് വാൾസ് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ട്രെഞ്ചിൻ്റെ സൈഡ് വാൾസ് ഇടിഞ്ഞു വീഴാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. ഷീൽഡിംഗ്, സ്ലോപ്പിംഗ്, ബെഞ്ചിങ് ആർ യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദി കൊലാപ്സിംഗ് ഓഫ് സൈഡ് വാൾസ് ഓഫ് ദി ട്രെഞ്ച്. ചിത്രം ശ്രദ്ധിക്കുക. ട്രെഞ്ച് ഇടിഞ്ഞു വീഴാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ട്രെഞ്ചിൻ്റെ രണ്ട് സൈഡിലും പലക വയ്ക്കുന്ന രീതിയാണ് ഷീൽഡിംഗ് അഥവാ ഷട്ടറിംഗ്.
ട്രെഞ്ചിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ട്രെഞ്ചിൻ്റെ സ്ലോപ്പ് ക്രമീകരിക്കേണ്ടതായി വരും. ഇതിനെ സ്ലോപ്പിംഗ് എന്ന് പറയുന്നു. ട്രെഞ്ചിൻ്റെ സൈഡ് വാൾസ് ഇടിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി സ്റ്റെപ്പ് പോലെ ട്രെഞ്ച് എടുക്കാറുണ്ട്. ഈ രീതിയെ ബെഞ്ചിങ് എന്നും പറയും. ട്രെഞ്ചിങ് ക്യാൻ ബി ഡൺ യൂസിങ് മാൻ പവർ ഓർ യൂസിങ് മെഷീൻസ്. മാൻ പവർ ഉപയോഗിച്ച് ട്രെഞ്ചിങ് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ പിക്ചറാണിത്. ട്രെഞ്ചിങ് വർക്ക് കുറേ കൂടി എളുപ്പമാക്കാൻ വിവിധതരം മെഷീൻസ് ഉപയോഗിക്കാം. വളരെ കോമണായി ഉപയോഗിക്കുന്ന JCB മെഷീനാണിത്. ഇത് ട്രെഞ്ചിങ് മെഷീനാണ്. ഇതാണ് പ്ലവിംഗ് മെഷീൻ. പ്ലവിംഗ് മെഷീൻ ട്രെഞ്ച് എടുക്കാനും ട്രെഞ്ചിൽ പൈപ്പ് ലേ ചെയ്യാനും ഉപയോഗിക്കാം. The trench is taken straight and the bottom portion is made even. The trench is visually inspected. Make sure that there are no hard objects like rocks which will damage the optical fiber cable. Then pipe laying or ducting can be done. അതായത് ട്രെഞ്ച് എടുത്തതിന് ശേഷം ട്രെഞ്ചിൻ്റെ ബോട്ടം സർഫസ് നിരപ്പാക്കണം. ട്രെഞ്ചിലൂടെ ഇടുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന് ഡാമേജ് വരുത്തുന്ന വസ്തുക്കളൊന്നും തന്നെ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. ഉദാഹരണത്തിന് കൂർത്ത കല്ലോ മരത്തിൻ്റെ വേരോ ഒന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. അതിനുശേഷം ട്രെഞ്ചിൽ ഡക്റ്റ് അഥവാ പൈപ്പ് ലേ ചെയ്യാം. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റലേഷൻ്റെ സെക്കൻഡ് സ്റ്റെപ്പാണ് ഡക്റ്റിംഗ് ഓർ പൈപ്പ് ലേയിങ് മെത്തേഡ്. ട്രെഞ്ച് എടുത്തതിന് ശേഷം ആ ട്രെഞ്ചിലൂടെ പൈപ്പ് ലേ ചെയ്യും. ഈ പൈപ്പിനെ ഡക്റ്റ് എന്നും കോൺഡ്യൂട്ട് എന്നും പറയും. ട്രെഞ്ചിലൂടെ പൈപ്പ് ലേ ചെയ്യുന്ന പ്രോസസ്സിനെ പൈപ്പ് ലേയിങ് അഥവാ ഡക്റ്റിംഗ് എന്ന് പറയുന്നു. ഈ ഡക്റ്റിലൂടെയാണ് പിന്നീട് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ പുള്ള് ചെയ്യുന്നത്. ആഫ്റ്റർ ട്രെഞ്ചിങ് ഈസ് കംപ്ലീറ്റഡ്, ducts or pipes are placed in the trench. This process is known as ducting or pipe laying. OF cables are pulled or blown through these ducts. Ducting can be done manually or using machines. Duct manpower ഉപയോഗിച്ചോ മെഷീൻ ഉപയോഗിച്ചോ ലേ ചെയ്യാം. ഡക്റ്റിങ്ങിന് അനുയോജ്യമായ മെഷീനാണ് പ്ലവിംഗ് മെഷീൻ. പ്ലവിംഗ് മെഷീൻ്റെ ചിത്രം നമ്മൾ നേരത്തെ കണ്ടതാണ്. ഡക്റ്റിംഗ് അഥവാ പൈപ്പ് ലേയിങ്ങിന് വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന പൈപ്പാണ് HDPE PLB പൈപ്പ്, ഹൈ ഡെൻസിറ്റി പോളി എഥിലിൻ പെർമനൻ്റ്ലി ലൂബ്രിക്കേറ്റഡ് പൈപ്പ്. HDPE PLB പൈപ്പിലൂടെയുള്ള കേബിൾ പുള്ളിംഗ് ഈസി ആക്കുന്നതിന് വേണ്ടിയാണ് പൈപ്പിൽ ലൂബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഡക്റ്റിംഗ് പർപ്പസിന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു പൈപ്പാണ് PVC പൈപ്പ്, പോളി വിനൈൽ ക്ലോറൈഡ്. ഇതുകൂടാതെ OF കേബിളിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പലതരം പ്രൊട്ടക്ഷൻ പൈപ്പും ഉപയോഗിക്കാറുണ്ട്. നിലവിൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന വിവിധ തരം പൈപ്പുകളും മറ്റും കണ്ടു മനസ്സിലാക്കാൻ നമുക്കൊരു വെർച്വൽ ഫീൽഡ് വിസിറ്റ് നടത്താം. ഇതാണ് HDPE PLB പൈപ്പ്, ഹൈ ഡെൻസിറ്റി പോളി എഥിലിൻ പെർമനൻ്റ്ലി ലൂബ്രിക്കേറ്റഡ് പൈപ്പ്. ഈ പൈപ്പിനെ ഡക്റ്റ് എന്നും കോൺഡ്യൂട്ട് എന്നും പറയും. ഈ ഡക്റ്റാണ് ട്രെഞ്ച് ചെയ്തതിന് ശേഷം ട്രെഞ്ചിൽ ലേ ചെയ്യുന്നത്. HDPE PLB പൈപ്പുകൾ 200 മീറ്റർ മുതൽ 1 കിലോമീറ്റർ വരെയുള്ള റോളുകളായിട്ട് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു എൻഡിലൂടെ OF കേബിൾ ഇടുകയും മറ്റേ എൻഡിലൂടെ OF കേബിൾ പുള്ള് ചെയ്യുകയുമാണ് പതിവ്. ഇതിനെയാണ് കേബിൾ പുള്ളിംഗ് എന്ന് പറയുന്നത്. കേബിൾ പുള്ളിംഗ് സുഗമമാക്കുന്നതിന് വേണ്ടി ചില കമ്പനികൾ മാനുഫാക്ചറിംഗ് സമയത്ത് തന്നെ നൈലോൺ റോപ്പ് ഇൻസേർട്ട് ചെയ്യാറുണ്ട്. ഇനി ഇൻസേർട്ട് ചെയ്യാത്ത പക്ഷം കേബിൾ പുള്ളിംഗ് സമയത്ത് നൈലോൺ റോപ്പ് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. HDPE PLB പൈപ്പുകൾ പല നിറത്തിൽ അവൈലബിൾ ആണ്. മൾട്ടി കളറിൽ പൈപ്പുകൾ അവൈലബിൾ ആണ്. ഐഡന്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പല നിറത്തിൽ മാനുഫാക്ചർ ചെയ്യുന്നത്. ഡക്റ്റുകൾ പരമാവധി ക്ലീൻ ആയിരിക്കണം. ബെൻഡുകളും ട്വിസ്റ്റുകളും ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. OF കേബിൾ ലേ ചെയ്യുന്നത് സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കൂടാതെ PLB പൈപ്പുകൾ നിർമ്മിക്കുന്നത് നല്ല സ്ട്രോങ് മെറ്റീരിയൽ കൊണ്ടാണ്. റിജിഡും റഗഡുമായിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് HDPE PLB പൈപ്പുകൾ നിർമ്മിക്കുന്നത്. ട്രെഞ്ചിൽ ഇടുന്ന ഡക്റ്റിന്റെ ഡയാമീറ്റർ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഡയാമീറ്ററിനേക്കാൾ ഇരട്ടിയിലും അധികമായിരിക്കണം. ഇതാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഇതിന്റെ ഡയാമീറ്റർ 12 mm മുതൽ 15 mm വരെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഡക്റ്റിന്റെ ഡയാമീറ്റർ ഏകദേശം 30 mm മുതൽ 40 mm വരെ ആകണം. ഡക്റ്റുകൾ OF കേബിളിന് ഒരു ഓവറോൾ പ്രൊട്ടക്ഷൻ നൽകും. എലി പോലുള്ള റോഡൻസിൽ നിന്നും OF കേബിളിനെ ഈ ഡക്റ്റുകൾ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇതാണ് PLB കപ്ലർ. 2 PLB പൈപ്പുകൾ തമ്മിൽ കപ്പിൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് PLB കപ്ലർ ഉപയോഗിക്കുന്നത്. PLB പൈപ്പുകൾ എയർ ടൈറ്റ് ആയി വേണം കപ്പിൾ ചെയ്യുന്നത്.
കേബിൾ ബ്ലോ ചെയ്യുന്ന സമയത്ത് ഡക്റ്റിൽ നിന്നും പുറത്തേക്ക് എയർ ലീക്ക് ഔട്ട് ആകരുത്. കപ്ലറിലുള്ള ഈ റബ്ബർ വാഷർ എയർ ലീക്ക് ഔട്ട് ആകാതിരിക്കാൻ സഹായിക്കും. PLB പൈപ്പിലേക്ക് കപ്ലർ പുഷ് ചെയ്താണ് ഫിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് പുഷ് ഫിറ്റ് കപ്ലർ. ഇതാണ് എൻഡ് ക്യാപ്പ്. പൈപ്പ് ലേ ചെയ്തതിന് ശേഷം പൈപ്പിന്റെ ഓപ്പൺ എൻഡ്സ് എയർ ടൈറ്റായി സീൽ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. എൻഡ് ക്യാപ്പ്. ഈ ട്രെഞ്ചിൽ ഒന്നിൽ കൂടുതൽ ഡക്ട്സ് കാണാം. തിരക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിൽ വീണ്ടും വീണ്ടും ട്രെഞ്ച് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഒറ്റത്തവണ ട്രെഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഒന്നിൽ കൂടുതൽ പൈപ്പ്സ്, അതായത് മൾട്ടിപ്പിൾ ഡക്ട്സ് ഇട്ട് വെക്കാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രെഞ്ചിന്റെ ഐഡിയൽ ഡെപ്ത് 165 സെന്റിമീറ്റർ ആണെന്ന്. എന്നിരുന്നാലും എപ്പോഴും ട്രെഞ്ച് ഡെപ്ത് 165 സെന്റിമീറ്ററായി നമുക്ക് എടുക്കാൻ സാധിക്കണമെന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ HDPE PLB പൈപ്പിനകത്തു കൂടെയാണ് ഇടുന്നത്. അതിന് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷനാണ് കൊടുക്കുന്നത്. ഇത്തരം പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് ഡബിൾ വാൾ കൊറുഗേറ്റഡ് പൈപ്പ് അഥവാ DWC പൈപ്പ്. ഇത്തരത്തിലുള്ള DWC പൈപ്പ് എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാം. നമ്മുടെ കേബിൾ റൂട്ടിൽ ബ്രിഡ്ജസോ കൽവേർട്സോ കാണാം. അത്തരം ബ്രിഡ്ജസിന്റെയും കൽവേർട്സിന്റെയും മുകളിലൂടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ലേ ചെയ്യേണ്ടതായിട്ട് വരും. ആ സാഹചര്യത്തിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന് പ്രൊട്ടക്ഷനായി കൊടുക്കുന്നതാണ് ഈ DWC പൈപ്പ്. DWC പൈപ്പ് കൂടാതെ GI പൈപ്പും ഈ സെയിം പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇത് GI പൈപ്പാണ്. പ്രൊട്ടക്ഷൻ പർപ്പസിന് വേണ്ടിയാണ് GI പൈപ്പും ഉപയോഗിക്കുന്നത്. ഒരു കൽവേർട്ടാണ് ഈ കാണുന്നത്. ഇവിടെ OF കേബിൾ ഡക്റ്റിലൂടെ ലേ ചെയ്തിട്ടുണ്ട്. അതിന് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് GI പൈപ്പ്, ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ്. ഇതാണ് ഹാഫ് കട്ട് DWC പൈപ്പ്. HDPE പൈപ്പിന് മുകളിൽ പ്രൊട്ടക്ഷന് വേണ്ടി ഇടുന്ന പൈപ്പാണ് ഇത്. കാസ്റ്റ് അയൺ പൈപ്പാണിത്. റെയിൽവേ ക്രോസിംഗിലൂടെ OF കേബിൾ ഇടേണ്ട സാഹചര്യത്തിൽ എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടി കാസ്റ്റ് അയൺ പൈപ്പ് ഉപയോഗിക്കാറുണ്ട്. മറ്റൊരു പ്രൊട്ടക്ഷൻ പൈപ്പായ RCC പൈപ്പ്, റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് പൈപ്പാണ് ഈ കാണുന്നത്. ചെറിയ ഡെപ്തിൽ കേബിൾ ലേ ചെയ്യേണ്ടി വരുമ്പോൾ അഡീഷണൽ പ്രൊട്ടക്ഷനായി RCC പൈപ്പോ അല്ലെങ്കിൽ കോൺക്രീറ്റ് സ്ലാബോ ഉപയോഗിക്കാറുണ്ട്. ഇതാണ് മാൻഹോൾ. കേബിൾ ഇടുന്ന റൂട്ടിൽ 200 മീറ്ററോ 500 മീറ്ററോ അല്ലെങ്കിൽ 1 കിലോമീറ്ററോ കൂടുമ്പോൾ ഇത്തരത്തിലുള്ള ഇൻസ്പെക്ഷൻ മാൻഹോൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഈ ഇൻസ്പെക്ഷൻ മാൻഹോളിലൂടെ നമുക്ക് PLB പൈപ്പും OF കേബിളും ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് റൂട്ട് ഇൻഡിക്കേറ്റേഴ്സ്. കേബിൾ റൂട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് കേബിൾ റൂട്ടിൽ റൂട്ട് ഇൻഡിക്കേറ്റേഴ്സ് പ്ലാന്റ് ചെയ്യാറ്. കൂടാതെ മാൻഹോൾസും കേബിൾ ജോയിന്റ്സും ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയും റൂട്ട് ഇൻഡിക്കേറ്റേഴ്സ് പ്ലാന്റ് ചെയ്യാറുണ്ട്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റലേഷന് ഉപയോഗിക്കുന്ന വിവിധ മെറ്റീരിയൽസ് നമ്മൾ കണ്ടു. നമ്മുടെ സാമ്പിൾ ഫീൽഡ് സർവേ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുള്ള PLB പൈപ്പും മറ്റെല്ലാ പ്രൊട്ടക്ഷൻ പൈപ്പുകളും നമ്മൾ ഫീൽഡിൽ കണ്ടു. HDPE PLB പൈപ്പ് കണ്ടു, DWC പൈപ്പ്, ഹാഫ് കട്ട് DWC പൈപ്പ്, ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ്, അതുപോലെ കാസ്റ്റ് അയൺ പൈപ്പ്. ഓപ്പൺ ട്രെഞ്ചിങ് മെത്തേഡിലൂടെ OF കേബിൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇപ്പോൾ കണ്ട എല്ലാ പൈപ്പുകളും ആവശ്യാനുസരണം ഉപയോഗിക്കേണ്ടി വരും. ചില നഗരങ്ങളിൽ എല്ലാ യൂട്ടിലിറ്റീസും ലേ ചെയ്യുന്നതിന് വേണ്ടി റോഡിൻ്റെ ബൗണ്ടറിയിലൂടെ കോൺക്രീറ്റ് ഡക്ട്സ് നിർമ്മിക്കാറുണ്ട്. ചിത്രത്തിൽ കാണുന്നത് കോൺക്രീറ്റ് ഡക്ട്സ് ആണ്. ഇത്തരം ഡക്റ്റിൽ OF കേബിളും മറ്റ് യൂട്ടിലിറ്റീസും ലേ ചെയ്യാവുന്നതാണ്. ഇൻ സം സിറ്റീസ് concrete ducts are provided along the boundary of the road for laying OF cables and other utilities. ട്രെഞ്ചിങ്ങും ഡക്റ്റിങ്ങും പൂർത്തിയായ ശേഷം ട്രെഞ്ച് പ്രോപ്പറായി ക്ലോസ് ചെയ്യണം. ഈ പ്രോസസ്സിനെ പറയുന്നതാണ് ബാക്ക് ഫില്ലിംഗ് ഓഫ് ദി ട്രെഞ്ച്. ഇതിനു വേണ്ടി ട്രെഞ്ച് എടുത്തപ്പോൾ കിട്ടിയ മണ്ണ് തന്നെ ഉപയോഗിക്കാം. ആഫ്റ്റർ ലേയിങ് ഓഫ് പൈപ്പ്, ട്രെഞ്ചസ് ആർ ക്ലോസ്ഡ് യൂസിങ് ദി എക്സ്കവേറ്റഡ് സോയിൽ. അതിനായി പൈപ്പിന് മുകളിൽ ആദ്യം ലൂസ് സോയിൽ ഫില്ല് ചെയ്യണം. പൈപ്പിന് ഡാമേജ് വരുത്തുന്ന ഒരു വസ്തുവും ട്രെഞ്ചിൽ ഇല്ലാതെ നോക്കണം. ഉദാഹരണത്തിന് കൂർത്ത കല്ലോ മരത്തിൻ്റെ വേരോ ഒന്നും തന്നെ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. ലൂസ് സോയിൽ ഈസ് ഫിൽഡ് ഫസ്റ്റ്. കെയർ ഷുഡ് ബി ടേക്കൺ നോട്ട് ടു ബാക്ക്ഫിൽ ദ ട്രെഞ്ച് വിത്ത് ഹാർഡ് ഒബ്ജക്ട്സ് ലൈക്ക് സ്റ്റോൺ, root of the trees, etc., which may cause damage to the cable. Warning tape is placed at a depth of 75 to 80 cm from the ground level and further filled with excavated soil. ഗ്രൗണ്ട് ലെവലിൽ നിന്നും താഴേക്ക് 75 മുതൽ 80 സെൻറ്റിമീറ്റർ വരെ മണ്ണിട്ടതിന് ശേഷം വാർണിംഗ് ടേപ്പ് ഇടേണ്ടതാണ്.
ഭാവിയിൽ മറ്റ് ഓപ്പറേറ്റേഴ്സ് ഈ ഭാഗത്ത് ട്രെഞ്ച് ചെയ്യുമ്പോൾ OF കേബിൾ ഈ റൂട്ടിലൂടെ ലേ ചെയ്തിട്ടുണ്ട് എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് വാർണിംഗ് ടേപ്പ് ഉപയോഗിക്കുന്നത്. വാർണിംഗ് ടേപ്പ് പ്ലേസ് ചെയ്തതിന് ശേഷം ഗ്രൗണ്ട് ലെവലിന് അല്പം മുകളിലായി നിൽക്കുന്നതുവരെ മണ്ണിട്ട് ലെവൽ ചെയ്യണം. The top portion is ramped and leveled properly. ചുരുക്കി പറഞ്ഞാൽ ട്രെഞ്ചിങ് എന്താണ്? ട്രെഞ്ചിങ് ഈസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് എ നേരോ എക്സ്കവേഷൻ ഓൺ എർത്ത്. ട്രെഞ്ചിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? 1. ട്രെഞ്ചിങ് ഓർ ഡിഗിങ്. 2. ഡക്റ്റിംഗ് ഓർ പൈപ്പ് ലേയിങ്. 3. ബാക്ക് ഫില്ലിംഗ് ഓർ റീഫില്ലിംഗ്. ട്രെഞ്ച് മണ്ണിട്ട് മൂടിയതിന് ശേഷം റൂട്ട് ഇൻഡിക്കേറ്റേഴ്സ് പ്ലേസ് ചെയ്യണം. കേബിൾ റൂട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി 200 മീറ്റർ കൂടുമ്പോഴാണ് റൂട്ട് ഇൻഡിക്കേറ്റേഴ്സ് പ്ലേസ് ചെയ്യേണ്ടത്. റൂട്ട് ഇൻഡിക്കേറ്റേഴ്സ് വിത്ത് നെസസറി മാർക്കിംഗ്സ് ആർ പ്ലേസ്ഡ് അറ്റ് സ്പെസിഫിക് ഇൻ്റർവെൽസ്, ദറ്റ് ഈസ് അബൌട്ട് 200 മീറ്റർ, ടു ഐഡൻറ്റിഫൈ ദ കേബിൾ റൂട്ട്. റൂട്ട് ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓൾസോ പ്ലേസ്ഡ് നിയർ മാൻഹോൾസ് ആൻഡ് കേബിൾ ജോയിൻറ്റ്സ് ടു ഐഡൻറ്റിഫൈ ദം. റൂട്ട് ഇൻഡിക്കേറ്റേഴ്സ് മാൻഹോൾസും കേബിൾ ജോയിൻറ്റ്സും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയും ഉപയോഗിക്കാറുണ്ട്. ഭൂമിക്കടിയിലൂടെ OF കേബിൾ ലേ ചെയ്യുന്നതിന് വേണ്ടി അഡോപ്റ്റ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് ഹൊറിസോണ്ടൽ ഡയറക്ഷണൽ ഡ്രില്ലിംഗ് മെത്തേഡ് അഥവാ HDD. ഓപ്പൺ ട്രെഞ്ചിങ് സാധ്യമല്ലാത്ത സ്ഥലങ്ങളിലാണ് ഹൊറിസോണ്ടൽ ഡയറക്ഷണൽ ഡ്രില്ലിംഗ് രീതി ഉപയോഗിക്കുന്നത്. ഇൻ ഏരിയാസ് വെർ ഓപ്പൺ ട്രെഞ്ചിങ് ഈസ് നോട്ട് ഫീസിബിൾ, ഹൊറിസോണ്ടൽ ഡയറക്ഷണൽ ഡ്രില്ലിംഗ് മെത്തേഡ് ഈസ് അഡോപ്റ്റഡ്. ഉദാഹരണത്തിന് ഹൈവേ ക്രോസിംഗ്, അതുപോലെ നല്ല തിക്കും തിരക്കുമുള്ള ഹൈലി കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ്. നമ്മുടെ സാമ്പിൾ ഫീൽഡ് സർവേ റിപ്പോർട്ട് പ്രകാരം മണ്ണാർക്കാട്, പട്ടാമ്പി ടൗണുകളിലും ചില റോഡ് ക്രോസിങ്ങിനും HDD മെത്തേഡാണ് അവലംബിക്കേണ്ടത്. HDD ഈസ് എ ഡ്രില്ലിംഗ് മെത്തേഡ്. HDD ഒരു ഡ്രില്ലിംഗ് മെത്തേഡാണ്. ഇവിടെ ഓപ്പൺ ട്രെഞ്ച് ചെയ്യുന്നില്ല, മറിച്ച് HDD മെഷീൻ ഉപയോഗിച്ച് ഭൂമിക്കടിയിലൂടെ ഡ്രില്ല് ചെയ്താണ് പൈപ്പ് ലേ ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ഡയറക്ഷണൽ ഡ്രില്ലിംഗ് മെത്തേഡ് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് HDD വർക്ക് നടക്കുന്ന ഒരു റൂട്ടിലേക്ക് പോകാം. ഇതാണ് HDD അഥവാ ഹൊറിസോണ്ടൽ ഡയറക്ഷണൽ ഡ്രില്ലിംഗ് മെഷീൻ. ഡ്രില്ലിംഗ് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഡ്രിൽ റോഡ് അല്ലെങ്കിൽ ഡ്രിൽ ബിറ്റാണിത്. HDD മെഷീനിൽ ഡ്രിൽ റോഡ്സ് സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കാണാം. ഓരോ ഡ്രിൽ റോഡും 3 മീറ്റർ നീളമുള്ളതാണ്. സ്പീഡ്, പ്രഷർ തുടങ്ങിയ പാരാമീറ്റേഴ്സിൻ്റെ മെഷർമെൻറ്റ് ഡിസ്പ്ലേ ചെയ്യുന്ന മീറ്റേഴ്സ് കാണാം. വിവിധ കൺട്രോൾസും ഡിസ്പ്ലേ യൂണിറ്റുമാണിത്. ഡ്രില്ലിംഗ് ചെയ്യുമ്പോൾ ഡ്രിൽ ബിറ്റിലൂടെ ഡ്രില്ലിംഗ് ഫ്ലൂയിഡ് പമ്പ് ചെയ്യാറുണ്ട്. അതിനാവശ്യമായ വെള്ളം സ്റ്റോർ ചെയ്തിട്ടുള്ള ടാങ്കർ ലോറിയാണ് ഇത്. വെള്ളത്തോടൊപ്പം ബെൻഡോനൈറ്റ് എന്ന പൗഡർ മിക്സ് ചെയ്താണ് ഡ്രില്ലിംഗ് ഫ്ലൂയിഡ് സെറ്റ് ചെയ്യുന്നത്. ഡ്രില്ലിംഗ് ഫ്ലൂയിഡ് ഈ പൈപ്പിലൂടെ HDD മെഷീനിൽ എത്തുന്നു. ഡ്രില്ല് ചെയ്തു പോകുന്ന പാത്ത് കൊലാപ്സ് ആകാതിരിക്കാനാണ് ഡ്രില്ലിംഗ് ഫ്ലൂയിഡ് പമ്പ് ചെയ്യുന്നത്. HDD വർക്ക് ആരംഭിക്കുന്നതിന് മുമ്പ് എൻട്രി പിറ്റും എക്സിറ്റ് പിറ്റും എടുക്കേണ്ടതുണ്ട്. JCB ഉപയോഗിച്ച് എൻട്രി പിറ്റ് എടുക്കുന്നത് കാണാം. എൻട്രി പിറ്റ് സാധാരണ 165 സെൻറ്റിമീറ്റർ താഴ്ചയിലാണ് എടുക്കുന്നത്. എൻട്രി പിറ്റ് എടുക്കുമ്പോൾ അവിടെ മറ്റ് യൂട്ടിലിറ്റീസ് ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തണം. ഡ്രില്ലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തെ ഡ്രിൽ റോഡ് ഇൻസേർട്ട് ചെയ്യുന്നത് കാണാം. ആദ്യം ഇൻസേർട്ട് ചെയ്യുന്ന ഡ്രിൽ റോഡിൽ ഒരു പൈലറ്റ് ഹെഡ് ഫിക്സ് ചെയ്യും. ഇതാണ് പൈലറ്റ് ഹെഡ്. പൈലറ്റ് ഹെഡിൽ ഡയമണ്ട് കട്ടർ ഘടിപ്പിച്ചിട്ടുണ്ടാവും. ഡ്രില്ലിംഗ് പ്രോസസ്സ് ഈസിയാക്കുന്നതിന് വേണ്ടിയാണ് ഡയമണ്ട് കട്ടർ ഘടിപ്പിച്ചിട്ടുള്ളത്. പൈലറ്റ് ഹെഡ് ഫിക്സ് ചെയ്തിട്ടുള്ള റോഡിനെ പൈലറ്റ് റോഡ് എന്നും പറയും. അടുത്ത ഡ്രിൽ റോഡ് ഇൻസേർട്ട് ചെയ്യുന്നത് കാണാം. ഡ്രിൽ റോഡ്സ് ഒന്നിനു പുറകെ ഒന്നായി മെഷീനിൽ ഫീഡ് ചെയ്യും. ഡ്രിൽ റോഡ്സിൻ്റെ മൂവ്മെൻറ്റ് സുഗമമാക്കാൻ ലൂബ്രിക്കൻ്റ് അപ്ലൈ ചെയ്യുകയാണ്. വീണ്ടും അടുത്ത റോഡ് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഈ റോഡും ആദ്യം ഇൻസേർട്ട് ചെയ്ത റോഡ് പോലെ ഡ്രില്ല് ചെയ്ത് മുന്നോട്ട് പോകും. എൻട്രി പിറ്റിന് ഏകദേശം 3 മീറ്റർ പുറകിലായി ഇതുപോലൊരു പിറ്റ് എടുക്കണം. ഈ പിറ്റിലൂടെയാണ് പൈലറ്റ് റോഡ് എൻ്റർ ചെയ്യുന്നത്. ഈ കാണുന്നതാണ് എൻട്രി പിറ്റ്. പൈലറ്റ് റോഡ് എൻട്രി പിറ്റിൽ എത്തി. 100-200 മീറ്റർ അകലെയുള്ള എക്സിറ്റ് പിറ്റിനെ ലക്ഷ്യമാക്കി പൈലറ്റ് റോഡ് ഡ്രിൽ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇത് ട്രാക്കറാണ്. ഡ്രില്ല് ചെയ്യുന്ന ഡയറക്ഷൻ നമുക്കൊരു ട്രാക്കർ യൂണിറ്റ് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതിനായി പൈലറ്റ് ഹെഡിൽ ഒരു ട്രാൻസ്മിറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. ട്രാൻസ്മിറ്റർ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസ് ഈ ട്രാക്കർ റിസീവ് ചെയ്യും. അങ്ങനെ എത്ര ഡെപ്തിലാണ് ഡ്രില്ലിംഗ് നടക്കുന്നത് എന്നും ഏത് ഡയറക്ഷനിലാണ് ഡ്രില്ലിംഗ് നടക്കുന്നത് എന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഓർക്കുക, ഗ്രൗണ്ട് സർഫസിൽ നിന്നും 2-3 മീറ്റർ താഴ്ചയിലാണ് ഡ്രില്ലിംഗ് നടക്കുന്നത്.
എന്നാൽ റോഡിന് ഒരു ഡാമേജും സംഭവിക്കാതെയാണ് ഡ്രില്ലിംഗ് നടക്കുന്നത്. പൈലറ്റ് റോഡ് എക്സിറ്റ് പിറ്റിൽ എത്തി. അടുത്ത സ്റ്റെപ്പ് ഡ്രിൽ ചെയ്ത പാത്തിലൂടെ PLB പൈപ്പ് ലേ ചെയ്യുക എന്നതാണ്. അതായത് PLB പൈപ്പ് ഡ്രിൽ റോഡുമായി കണക്ട് ചെയ്ത് പുൾ ബാക്ക് ചെയ്യണം, തിരിച്ച് വലിക്കണം. അതിനുവേണ്ടി PLB പൈപ്പ് ഇതുപോലുള്ള ചൈനീസ് ഗ്രിപ്പ് ഉപയോഗിച്ച് റീമറിൽ ഘടിപ്പിക്കും. റീമറിന്റെ ഡയാമീറ്റർ പൈലറ്റ് ഹെഡിനേക്കാൾ കൂടുതലാണ്. ഇതാണ് റീമർ. ഇനി ഈ റീമർ ഡ്രിൽ റോഡിൽ ഫിക്സ് ചെയ്യണം. അതിനായി ആദ്യം ഡ്രിൽ റോഡിൽ നിന്നും പൈലറ്റ് ഹെഡ് റിമൂവ് ചെയ്യണം. തുടർന്ന് ആ സ്ഥാനത്ത് റീമർ ഘടിപ്പിക്കണം. PLB പൈപ്പ് ഡ്രിൽ ചെയ്ത പാത്തിലൂടെ ലേ ചെയ്യാൻ പോവുകയാണ്. ഈ പ്രോസസ്സാണ് ഡക്റ്റിംഗ് അഥവാ പൈപ്പ് ലേയിങ്. ഈ ഡക്റ്റിലൂടെയാണ് പിന്നീട് OF കേബിൾ ലേ ചെയ്യുന്നത്. പൈപ്പ് ലേയിങ്ങിന് മുന്നോടിയായി ബെൻഡോ ട്വിസ്റ്റോ ഇല്ലാതെ PLB പൈപ്പ് സ്ട്രെയിറ്റ് ആക്കുന്നത് കാണാം. ഇനി റീപുള്ളിംഗ് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഓരോ റോഡ് വീതം തിരിച്ച് പുള്ള് ചെയ്യും. പുൾ ബാക്ക് ചെയ്ത റോഡ് മെഷീനിൽ സ്റ്റാക്ക് ചെയ്യുന്നു. ലൂബ്രിക്കന്റ് അപ്ലൈ ചെയ്യുന്നത് കാണാം. വീണ്ടും അടുത്ത റോഡ് പുൾ ബാക്ക് ചെയ്യുന്നു. ഡ്രില്ല് ചെയ്യാൻ ഉപയോഗിച്ച എല്ലാ ഡ്രിൽ റോഡ്സും ഓരോന്നോരോന്നായി പുൾ ബാക്ക് ചെയ്ത് മെഷീനിൽ സ്റ്റാക്ക് ചെയ്യണം. എൻട്രി പിറ്റിന് ഏകദേശം 3 മീറ്റർ പുറകിലായി എടുത്ത പിറ്റാണിത്. ഇതിലൂടെയാണ് ഡ്രിൽ റോഡ്സ് എൻ്റർ ചെയ്യുന്നതും തിരികെ വലിച്ചെടുക്കുന്നതും. ഡ്രിൽ റോഡ്സ് പുൾ ബാക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഡ്രിൽ റോഡുമായി കണക്ട് ചെയ്ത PLB പൈപ്പ് ഡ്രിൽ ചെയ്ത പാത്തിലൂടെ സ്റ്റാർട്ടിംഗ് പിറ്റ് ലക്ഷ്യമാക്കി മൂവ് ചെയ്യുകയാണ്. ഇപ്പോൾ എൻട്രി പിറ്റിൽ PLB പൈപ്പ് എത്തി. അവസാനത്തെ ഡ്രിൽ റോഡ് പുൾ ബാക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. HDD വർക്കിന്റെ ഒരു ഘട്ടം പൂർത്തിയായി. അതായത് 100-200 മീറ്റർ നീളത്തിൽ ഭൂമിക്കടിയിലൂടെ ഡ്രിൽ ചെയ്ത് PLB പൈപ്പ് ലേ ചെയ്തു. ഈ ഒരു ഘട്ടം പൂർത്തിയാക്കാൻ ഏകദേശം 3 മുതൽ 5 മണിക്കൂർ വരെ സമയമെടുക്കും. ഈ രീതിയിൽ റോഡിന് യാതൊരു കേടുപാടും സംഭവിക്കാതെ നിശ്ചിത റൂട്ടിൽ HDD വർക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. 2 ടൈപ്പ് അണ്ടർഗ്രൗണ്ട് OF കേബിൾ ലേയിങ് മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. ഒന്ന് ഓപ്പൺ ട്രെഞ്ചിങ് മെത്തേഡ്, 2 HDD മെത്തേഡ്. ഓപ്പൺ ട്രെഞ്ചിങ് മെത്തേഡിൽ റോഡിൻ്റെ സൈഡിലൂടെ നീളത്തിൽ കുഴിയെടുക്കുന്നു. തുടർന്ന് പൈപ്പ് അഥവാ ഡക്റ്റ് ലേ ചെയ്യുന്നു. HDD മെത്തേഡിൽ ഓപ്പൺ ട്രെഞ്ച് ചെയ്യാതെ ഭൂമിക്കടിയിലൂടെ ഡ്രില്ല് ചെയ്ത് ഡക്റ്റ് ലേ ചെയ്യുന്നു. ഇപ്പോൾ ഡക്റ്റ് റെഡിയാണ്. ഈ ഡക്റ്റിലൂടെയാണ് OF കേബിൾ ലേ ചെയ്യേണ്ടത്. OF കേബിൾ ലേയിങ് മെത്തേഡ്സ് ആയ കേബിൾ പുള്ളിങ്ങും കേബിൾ ബ്ലോയിങ്ങും അടുത്ത ഓൺലൈൻ സെഷനിൽ നിങ്ങൾ പഠിക്കും. മെഷർമെൻറ്റ്സ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. ട്രെഞ്ചിങ്ങും ഡക്റ്റിങ്ങും പൂർത്തിയായാൽ റൂട്ട് മെഷർമെൻറ്റ് എടുക്കുകയും അത് കൃത്യമായി രേഖപ്പെടുത്തുകയും വേണം. ട്രെഞ്ചിൻ്റെ ഡെപ്തും ഓഫ്സെറ്റും, അതായത് ട്രെഞ്ചിൻ്റെ ആഴവും റോഡിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്നും ബൗണ്ടറിയിൽ നിന്നും ട്രെഞ്ചിലേക്കുള്ള ദൂരവും കൃത്യമായ ഇടവേളകളിൽ മെഷർ ചെയ്യണം. ഈ മെഷർമെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽഡ് റൂട്ട് ഡയഗ്രാം തയ്യാറാക്കണം. The measurement of depth and offset of trench with respect to boundary and center of the road is taken at regular intervals, say 10 to 20 meter. The detailed route diagram is prepared based on the measurement taken. The position and depth of the pipes, cables and coupling points are marked. OF കേബിൾ ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന പൈപ്പ് അഥവാ ഡക്റ്റ്, അതുപോലെ OF കേബിൾസ്, കപ്ലിംഗ് പോയിന്റ്സ് എന്നിവ എത്ര താഴ്ചയിലാണ് ലേ ചെയ്തിട്ടുള്ളത് എന്നും അവയുടെ പൊസിഷനും മെഷർമെൻറ്റ് ബുക്കിൽ കൃത്യമായി രേഖപ്പെടുത്തണം. The location of route indicators, joint chambers and manholes are marked for future maintenance. റൂട്ട് ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും ജോയിൻറ്റ് ചേമ്പേഴ്സിൻ്റെയും മാൻഹോൾസിൻ്റെയും ലൊക്കേഷൻസ് കൃത്യമായി രേഖപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ഭാവിയിൽ മെയിൻ്റനൻസ് വർക്ക് ഫലപ്രദമായി നടത്താൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ പഠിച്ച ഓപ്പൺ ട്രെഞ്ചിങ് മെത്തേഡും ഡക്റ്റിംഗ് മെത്തേഡും HDD മെത്തേഡും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. OF കേബിൾ ഇൻസ്റ്റലേഷൻ വർക്ക് പൂർണ്ണമായും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. സേഫ്റ്റി ഫസ്റ്റ് എന്നാണല്ലോ. OF കേബിൾ ഇൻസ്റ്റലേഷൻ നടത്തുമ്പോൾ പാലിക്കേണ്ട സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ച് മറ്റൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവരും സുരക്ഷിതരായിരിക്കുക, ഒപ്പം പഠിക്കുകയും ചെയ്യുക. താങ്ക് യു.